സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പാക്കുന്ന പുതിയ പദ്ധതി ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് സർക്കാർ. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതി ഈ ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. 30 വർഷം സർവീസ് ഉള്ളവർക്ക് പൂർണ്ണ പെൻഷനും ക്ഷമാശ്വാസവും ലഭിക്കുമെന്നതാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. നിലവിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലുള്ള 2.4 ലക്ഷം ജീവനക്കാർക്കും ഏപ്രിൽ 1 മുതൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്കും പുതിയ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും. എന്നാൽ നിലവിലെ പങ്കാളിത്ത പെൻഷനിൽ തന്നെ തുടരാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരവുമുണ്ടാക്കും. ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടേഷൻ, കുടുംബ പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഉത്തരവുകൾ ധനവകുപ്പ് ഉടൻ പുറത്തിറക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഏപ്രിൽ മുതൽ ജീവനക്കാരിൽ നിന്ന് ഓപ്ഷനുകളും സ്വീകരിച്ചു തുടങ്ങും. അതേസമയം 2013 ഏപ്രിൽ 1 കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിലവിൽ വന്നത്. ഇതിനു മുമ്പ് വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ള തസ്തികകളിൽ പരീക്ഷ എഴുതി വിജയിച്ചവരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരുന്നതും. നിയമന ഉത്തരവ് ലഭിച്ചപ്പോൾ ഏപ്രിൽ 1 കഴിഞ്ഞ് എന്ന സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് ഇവർക്ക് പഴയ പെൻഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒരേ വിജ്ഞാപനത്തിലൂടെ പരീക്ഷ എഴുതി ഒരേ റാങ്ക് ലിസ്റ്റിൽ വന്നവർ പോലും നിയമനത്തിലെ 1-2 മാസത്തെ വ്യത്യാസം 3 വ്യത്യസ്ത പെൻഷൻ പദ്ധതികളിൽ ഉൾപ്പെടുന്ന വിചിത്രമായ സാഹചര്യങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. സമാന പരാതികൾ ഉയർന്നപ്പോൾ കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളും ജീവനക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ജോലിയിൽ പ്രവേശിപ്പിച്ച തീയതിയല്ല, മറിച്ച് തസ്തിക വിജ്ഞാപനം ചെയ്ത തീയതി മാനദണ്ഡമാക്കിയായിരുന്നു ഇവർക്ക് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മാറാൻ കേന്ദ്രം അനുമതി നൽകിയത്. ഇപ്പോഴിതാ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഒരറിയിപ്പ് ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഏപ്രിൽ 1 മുതൽ നിലവിൽ വരാൻ പോകുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.